സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധം ഇടപ്പള്ളിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. അതിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് വരാം. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് സാഹചര്യം? വിഷ്ണു, രജിത്ത്, പ്രതിഷേധം നിലവിൽ അവസാനിച്ചിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂർ മാത്രമാണ് നീണ്ടുനിന്നത്. ഇക്കാണുന്ന ടോൾ ജംഗ്ഷനാണ് യൂത്ത് കോൺഗ്രസ് ഇടപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചത്. ഏകദേശം 25ലധികം വരുന്ന പ്രവർത്തകരുണ്ടായിരുന്നു. ഇതിൽ ചെറിയൊരു ഉന്തും തള്ളും ഉണ്ടായാലും പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രിയുടെ കോലം ഉൾപ്പെടെ പ്രവർത്തകർ കത്തിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് ഈ തിരക്കുള്ള റോഡാണ്, അതുകൊണ്ട് റോഡിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞത് പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ ഉന്തും തള്ളിനും വഴിവെച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ കോലം കെട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച തുണി ആണ് പിന്നീട് ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കത്തിച്ചത്. രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നിലവിൽ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധം അവസാനിച്ചിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കായ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ രൂക്ഷ മർദ്ദനമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ്, അതിൽ പ്രതിഷേധിച്ചാണ് നിലവിൽ യൂത്ത് കോൺഗ്രസ് ഇടപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധം നിലവിൽ അവസാനിച്ചിട്ടുണ്ട്. റിജിത്ത്, വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, അതിലുണ്ടായ പോലീസ് നടപടി, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇടപ്പള്ളിയിൽ പ്രതിഷേധിച്ചത്. ഒരു സംഘർഷ സാഹചര്യം ഇപ്പോൾ ഒഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.